ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ കേരള PSC ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ LSTD AE അതുപോലെ എന്താണ് ഓവർസീഡ് എക്സാംസ് LSTD ഗ്രേഡ് എന്താണ് ഓവർസീഡ് ഗ്രേഡ് 1 PWD ഇറിഗേഷൻ ഗ്രേഡ് 1 വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഒരുപാട് അല്ലെ, അതുപോലെ കുറെ എക്സാംസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുന്ന കുറെ എക്സാംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ പെരുമഴ കണ്ടിട്ട് അല്ലെ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബേസിക് എന്താണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അത് തന്നെ എന്താണ് ഒരു LSTD AE എക്സാംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങൾ ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ നമുക്കറിയാം. ഒന്ന് രണ്ട് സബ്ജക്റ്റ് ഒക്കെ എക്സ്ട്രാ എഡീഷനിൽ വരുന്നുണ്ട്. അതുപോലെ ചില സബ്ജക്റ്റിന്റെ വെയിറ്റേജിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്ലാന് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് അതിനൊന്ന് ചെറിയ രീതിയിൽ ആ ഒരു വെയിറ്റേജിനൊക്കെ ബേസിൽ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ ഒരു 6 മന്തിന്റെ അല്ലെ, നമുക്ക് ഏകദേശം ഒരു ജൂലൈ ടു എന്താണ് സെപ്റ്റംബർ അല്ലെ, ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ LSTD AE എക്സാം വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഒരു ജൂലൈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ജൂലൈ 10 ആകുമ്പോഴത്തേക്ക് തന്നെ എക്സാം നടക്കുന്നുള്ള ഒരു അസംഷൻ അല്ലേ, നമുക്ക് ആദ്യം മുന്നോട്ടേക്ക് പിടിക്കാം. പിന്നെ അതിന് ശേഷം സമയം കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. നമ്മുടെ പ്രിപ്പറേഷൻ ജൂലൈ ഒരു 10 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എഡീഷണലി എന്താണ് റിവിഷൻ ചെയ്യാനും അല്ലെ, നമ്മൾ ഒന്നും കൂടി ഒന്ന് തേച്ച് മിനുക്കാനുള്ള ഒരു സമയമായിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാനിന്റെ ബേസിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു 6 മന്തിന്റെ പ്ലാൻ ഓവർസീർ എക്സാമിന് റെഡിയാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇതിൽ ചെറിയ നിങ്ങളുടെ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ അല്ലെ, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ട്വീക്ക് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ അല്ലെ ആദ്യം തന്നെ എന്താണ് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ ജസ്റ്റ് ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഒരു വാളെടുത്ത് ഒന്ന് വീശ് നോക്കിയോ പോലും ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒറ്റ വേലേ നമ്മൾ നേരെ ഇറങ്ങി നിന്ന് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ നമ്മുടെ കാര്യം ഡിമ്മാണ് അല്ലെ. സോ അതുപോലെ എന്താണ് നമ്മൾ നല്ലപോലെ പ്രിപ്പയർഡ് ആയിട്ടാണ് അവിടെ പോയിട്ടില്ലെങ്കിൽ എത്ര വലിയ ഘടാഘടികനായിട്ട് ഒരു എതിരാളി വന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും, ചിലപ്പോൾ ജയിക്കാനും പറ്റും അല്ലെ. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷന്റെ കാര്യം. നമ്മുടെ എക്സാം എത്രത്തോളം കഠിനമായാലും നമ്മുടെ പ്രിപ്പറേഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ എന്താണ് നമുക്കത് സിമ്പിൾ ആയിട്ട് നിഷ്പ്രയാസം അതിനെ കടന്നിട്ട് നമുക്ക് നല്ല റാങ്ക് തന്നെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ, നമ്മുടെ ആ പ്രിപ്പറേഷന്റെ ആ ഒരു ലെവല് മുകളിലോട്ടേക്ക് കൊണ്ടുവരാം. നമ്മൾ കുറെ ആൾക്കാർ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ കോച്ചിങ് എടുത്ത് പഠിക്കുന്നത്, കുറെ ആൾക്കാർ വീട്ടിൽ നിന്ന് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്രയും ആൾക്കാർ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അവരുടെയൊക്കെ മേളിൽ വരിക, അവരുടെയൊക്കെ മുന്നിൽ വരിക എന്നുള്ളത് നമുക്ക് ആ ഒരു അത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് അത്രത്തോളം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ റിവിഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റ് കയറി പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി എന്ന ആ ഒരു സ്വപ്നം അല്ലെ, അത് നമുക്ക് പൂവണിയാൻ പറ്റുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു 6 മാസമാണ്. ആ 6 മാസം ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക. ഇതിനു വേണ്ടി മാത്രം ഫുൾ നമ്മൾ അല്ലെ 6 മാസം കൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റ് ആവാനുള്ള സാധ്യതയാണ് അല്ലെ. ഒരു LSTD AE എക്സാമിൽ ഒരു റാങ്ക് ലിസ്റ്റിലെ ടോപ്പിലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 8 മാസം കൊണ്ടൊക്കെ അവര് റാങ്ക് ലിസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ടല്ലേ പെട്ടെന്ന് തന്നെ അഡ്വൈസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു എക്സാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൽ ആ ഒരു AE കസേരയുടെ മേളിൽ പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമ്മുടെ ലൈഫ് പെട്ടെന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം അല്ലെ, ഈ ഒരു LSTD AE എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ ആ ഒരു എക്സാം കഴിഞ്ഞ പ്രാവശ്യം 2021 എക്സാം നടന്നത്. 2021 ഒക്ടോബറിലാണ് തോന്നുന്നു എക്സാം നടന്നത്. അത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ അവർ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.33 ആണ്. ഇനി കട്ട് ഓഫ് ഞാൻ പറയുന്നതുകൊണ്ട് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടല്ലേ. മിക്ക ആൾക്കാരും ഓക്കെ അത്രയേ ഉള്ളൂ 50 താഴെ ആയിരുന്നു കട്ട് ഓഫ്, അപ്പം നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു അസംഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഏകദേശം 657 ഉണ്ട് ആ ഒരു റേഞ്ചിൽ എത്രയോ ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. അതായത് ഒരുപാട് എക്സാംസ് ഒരുമിച്ച് നടന്നതായിരുന്നു. നമ്മുടെ LSTD AE-നേക്കാളും കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ടുള്ള പോസ്റ്റ് ആയിട്ടുള്ള KSCB AE എക്സാം, അതുപോലെ KTDC, അങ്ങനെ ഒരു 7 മുതൽ 10ഓളം എക്സാംസ് ഒറ്റ ദിവസമാണ് ആ ഒരു ദിവസം നടന്നത്. സോ അതുകൊണ്ട് അത്രയും ആൾക്കാർ എഴുതി, അത്രയും വേക്കൻസീസ് ഉണ്ട് പല സ്ഥലങ്ങളിലേക്കും. ഈ LSTD AE കിട്ടിയാലും ചിലപ്പോൾ KSCB-യിലൊക്കെ ആൾക്കാർ ചാടിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചാണ് അവർ അത്രയും ലോങ് ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടത് അല്ലെ.
അതിൽ തന്നെ ഏകദേശം ഒരു 350 വരെയാണ് റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു 350-400 ഇടയിലാണ് എന്താണ് നമ്മുടെ ആ ഒരു എന്താണ് PSC ആൾക്കാരെ വിളിച്ചിട്ടുള്ളത് അല്ലെ, അഡ്വൈസ് അയച്ചിട്ടുള്ളത്. അത് അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്താണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ചാടിയിട്ടൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അല്ലെ ബാക്കി അതിന്റെ നല്ല പോസ്റ്റുകളിലേക്കൊക്കെ എക്സാം നടന്നപ്പോൾ അങ്ങോട്ടേക്ക് ചാടിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും യൂഷ്വലി നമുക്ക് എന്താണ് ഒരു 200 വേക്കൻസീസ് ഒക്കെ ഉണ്ടാവും. ആന്റിസിപ്പേറ്റഡ് ആണ് പറയുന്നത്, എന്നാലും ഒരു 200 പോസ്റ്റിംഗ് ഒക്കെ നടന്നേക്കാം. അതുകൊണ്ട് മേ ബി അല്ലെ ആ ഒരു റേഞ്ച് നമുക്ക് തൽക്കാലം ഒന്ന് ഊഹിക്കാം. സോ ആ ഒരു റേഞ്ച്, അതായത് 750 അകത്ത് അല്ലെ 700 അകത്ത് എന്താണ് ആ ഒരു 350 എന്നുള്ള റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചു അല്ലെ. ആ റാങ്ക് ലിസ്റ്റിൽ 350 ആണ് നമുക്ക് ഏറ്റവും മിനിമത്തിൽ പിടിക്കാം അല്ലെ. സോ അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഈ 48.33 എന്ന് പറയുന്ന ഒരു 52-ന്റെ അടുത്തൊക്കെ എത്തി അല്ലെ. 51 നമുക്ക് ഊഹിക്കാം അല്ലെ, ഒരു ഏകദേശം 51 എത്തി. അതുപോലെ എന്താണ് ഒരു 3 വർഷം കഴിഞ്ഞു. സോ 3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പണ്ട് കുറച്ച് കാലമായിട്ട് എക്സാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ട്രെൻഡ് അല്ലെ, യൂഷ്വലി എല്ലാ എക്സാംസിനെയും കട്ട് ഓഫിന്റെ ആ ഒരു പേഴ്സൺ മേളിലോട്ടേക്ക് പോകുന്നത് ആൾക്കാരുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ആ കട്ട് ഓഫ് കുറച്ചും കൂടി മേളിലോട്ട് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു 55 അല്ലെ അതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു 55-60 റേഞ്ചിലൊക്കെ വരെ ഈ എക്സാമിന്റെ എന്താണ് ആ ഒരു കട്ട് ഓഫ് ഉണ്ടാവുന്നുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി അത് തന്നെ നമ്മൾ ലാസ്റ്റ് അവിടെ പറയേണ്ട ഒരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ ഒരു 57 ആണ് കട്ട് ഓഫ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് പറയാം അല്ലെ. ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്ന ഒരു എസംഷൻ, നമ്മൾ എല്ലാത്തിന്റെ അകത്ത് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് അവിടെ എസംഷന് സ്കോപ്പ് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു 56-57 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് ആണ് പ്രതീക്ഷിച്ചത്. നിങ്ങൾ ആ ഒരു 57 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 57.33 കിട്ടിയാൽ മതി എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെ, നമ്മൾ എന്താണ് ആ ഒരു മാവിന്റെ മേലുള്ള മാക്ക് കല്ലെറിയുന്ന സിറ്റുവേഷൻ, ഏറ്റവും താഴെയുള്ള മാക്ക് കല്ലെറിഞ്ഞ് എന്താ സംഭവിക്കുക, ആ താഴത്തേന് കൊള്ളില്ല, ചിലപ്പോൾ അതിനേക്കാളും താഴെ ആയിരിക്കും നമ്മുടെ കല്ല് പോകുന്നുണ്ടാവും അല്ലെ. അതേ സമയത്ത് അതിന്റെ മേളിൽ എയിം ചെയ്യാം, ഒരു 80 അല്ലെങ്കിൽ അല്ലെ ആ ഒരു 80 മാർക്കൊക്കെ നമ്മൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്യണം എന്നുള്ള ഒരു എന്താണ് ആ ഒരു എയിം വെച്ച് നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്താണ് മേളിൽ 80 കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു അല്ലെ ഒരു 60 അല്ലെങ്കിൽ ഒരു 65 ഒക്കെ ചിലപ്പോൾ പോയി നിൽക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മേളിലോട്ടേക്ക് എയിം ചെയ്യാം. ആ ഒരു ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി എന്നുള്ള ഒരു എയിമിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫും കിട്ടൂല അല്ലെ, ഒരു കോപ്പും കിട്ടില്ല എന്നുള്ള അവസ്ഥയായി പോകും അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു 80 മാർക്ക് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എയിം ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ആ ഒരു അല്ലെ ഊർജ്ജസ്വലമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു അങ്ങനെയൊക്കെ എയിം ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു മാർക്ക് വാങ്ങി നല്ല റാങ്ക് വാങ്ങി പെട്ടെന്ന് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. 80 എയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും 80 ഇല്ല, നമ്മൾ ആ ഒരു 100% എഫിഷ്യൻസി എന്തായാലും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു ഇതിൽ നിങ്ങൾ എയിം ചെയ്യുക, അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. സോ ആ ഒരു ഇതിൽ നിങ്ങൾ എന്താണ് ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ആ ഒരു സിലബസ്, കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ നമ്മുടെ കേരള PSC അല്ലെ ഉടൻ തന്നെ ആ ഒരു സിലബസ് എന്താണ് മോഡിഫൈഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ആയിരിക്കാം അല്ലെ, എന്താണ് പെട്ടെന്ന് തന്നെ പബ്ലിഷ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആ സിലബസിന്റെ അകത്ത് ആ ഒരു എന്താണ് PSC സിലബസിന്റെ അകത്ത് അല്ലെ പണ്ട് വിളിച്ച ആ ഒരു സിലബസിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സോ എന്താണ് ഈ പറഞ്ഞ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചർ അനാലിസിന്റെ അകത്തുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണെങ്കിൽ നമുക്കത് അപ്പം നോക്കാം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്. ആ ഒരു ഏരിയ നമ്മളോട് എന്താണ് കഴിഞ്ഞ എക്സാമിന് 10 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിട്ടുണ്ട്, 10 മാർക്സ് അല്ലെ. അതേപോലെ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സ് അതിൻ്റെ അകത്ത് ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, ഹൈഡ്രോളജി ഉണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ എക്സാക്ട്ലി ആ എക്സാം മാത്രമാണ് പറയുന്നത്, LSTD AE 2021 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ. സോ അതിൻ്റെ അകത്ത് ആ ഒരു 10 മാർക്കിന് അവിടെയും വന്നിട്ടുണ്ട്. അതുപോലെ സർവേ ലെവലിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സർവേയിങ് ആൻഡ് വാല്യുവേഷനിൽ 8 മാർക്കാണ് ഏകദേശം ചോദിച്ചത്. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്, ആ 3 സബ്ജക്ട് അല്ലെ. അതിലെല്ലാം കൂടി എന്താണ് ഏകദേശം ഒരു 22, ഈ പറഞ്ഞ എന്താണ് ആ രണ്ടും കൂടിയിട്ട് നമുക്കൊരു 30 മാർക്ക് വന്നു അല്ലെ. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മുടെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിൽ എപ്പോഴും 10 ആണ്, എന്തായാലും 10 ഉണ്ടാവും, ഉറപ്പായിട്ടും 10 ഉണ്ടാവും. അതുപോലെ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് നമ്മുടെ RCC ഉണ്ട്, സ്റ്റീലും ഉണ്ട് അല്ലെ. അത് രണ്ടും കൂടി നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ സ്പ്ലിറ്റപ്പ് ഞാൻ അടുത്ത ആ ഒരു സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി അതുപോലെ എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ജിയോടെക് ഉണ്ട്, അതിലും ഉറപ്പായിട്ടും എപ്പോഴും 10 ആണ് അല്ലെ. എന്നും എപ്പോഴും എന്താണ് 10 ആണ്. അതുകൊണ്ട് എന്താണ് ഈ 2 സബ്ജക്റ്റിലും 10 മാർക്ക് വീതമാണ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടേക്കും എല്ലാ എക്സാമിനും എന്താണ് 10 മാർക്ക് നമുക്ക് അവിടെ നിന്നും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു സ്പ്ലിറ്റപ്പ് അല്ലെ, ഞാൻ ആ സെറ്റ് 1 എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ് അല്ലെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സും എന്താണ് സ്ട്രക്ചറൽ അനാലിസിസ്. അതിൽ 10 മാർക്ക് പറഞ്ഞാൽ 6 മാർക്ക് നമ്മുടെ MOSലും 4 സ്ട്രക്ചറൽ അനാലിസിലും ആയിരുന്നു. അതുപോലെ FM-ൽ 5 മാർക്കാണ്, ഹൈഡ്രോളജിയിൽ 1 മാർക്കേ വന്നുള്ളൂ. അതുപോലെ ഇറിഗേഷനിൽ 4 ആണ് വന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ടോട്ടൽ ഈ ഇറിഗേഷൻ പ്ലസ് ഹൈഡ്രോളജി 5 മാർക്സ് ആണ് ഉണ്ടാവുക. അത് ചിലപ്പോൾ 1+4 ആവാം, 2+3 ആവാം അല്ലെങ്കിൽ 3+2 അങ്ങനെ ആ ഒരു എന്താണ് ആ ഒരു മിക്സ് ആൻഡ് മാച്ചിലാണ് ഉണ്ടാവുക. ഇനി അതുപോലെ എന്താണ് സർവേയിങ്ങിൽ 4 മാർക്ക്, QSVയിൽ 4 മാർക്ക്, അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി രണ്ടും കൂടി 17 മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ 5 മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ.
ഇനി അതുപോലെ എൻവയറമെന്റലിൽ 10, RCCയിൽ 15 മുതൽ 17 വരെ ആയിരുന്നു. അതുപോലെ DSSന്റെ അല്ലെ 1-2 ദിവസം 2 സ്ഥലത്തും വരുന്നുണ്ട് അല്ലെ. സോ അത് ഞാനൊരു 17-3 രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. സോ RCC എന്ന് പറഞ്ഞ സാധനം ഒന്ന് അവിടെ ഓർത്ത് വെക്കുക അല്ലെ. RCC എന്ന് പറഞ്ഞ ഒരു എന്താണ് ഭീകരനാണ്, നമുക്കൊരു ഏകദേശം ഒരാളുടെ കിട്ടുന്നത് അല്ലെ. സോ അതുകൊണ്ട് അത് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതുപോലെ ജിയോ ടെക്നിക്കലും ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അങ്ങനെ 10 മാർക്ക് ചെയ്താണ് അല്ലെ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അത് ഈ പറഞ്ഞ സിലബസിന്റെ ബേസിലൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ ചിലപ്പോൾ എന്താണ് എക്സാക്ട് ആയിട്ടുള്ള ആ മാർക്ക് സ്പ്ലിറ്റേജ് അടക്കമുള്ള സിലബസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ VSC പബ്ലിഷ് ചെയ്യാം. അതായത് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്കാണെന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു സിലബസ് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ റീസെന്റ് നടക്കുന്നത് അങ്ങനെയാണ് അല്ലെ. ഇന്ന സബ്ജക്ട് പഠിച്ച് ഇത്ര മാർക്ക് കിട്ടുന്നതിൽ എക്സാക്ട് ആയിട്ട് നമുക്ക് ആ ഒരു സിലബസ് വരാറുണ്ട്. സോ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് അല്ലെ ഒരു ചെറിയൊരു മോഡുലേഷൻ ഒക്കെ അതിനകത്ത് വരുത്താം. അപ്പൊ ഇനി എന്താണ് ഞാൻ ഈ മാർക്സ് പറഞ്ഞു. ഇനി എന്താണ് നമ്മളവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്താണ് ജൂലൈ അല്ലെ, ഒരു ജൂലൈ മിഡ് അല്ലെ, ഒരു ജൂലൈ 10 അല്ലെങ്കിൽ ഒരു 15 എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ആ ഒരു എക്സാമിന്റെ ഒരു ഡേറ്റ് നമുക്ക് എന്താണ് ഒന്ന് അസ്യൂം ചെയ്യാം അല്ലെ. സോ ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ജൂലൈ സ്റ്റാർട്ടിങ്. ഈ കഴിഞ്ഞ എക്സാംസ് എന്താണ് ഒരു ഹാർബർ എക്സാം ജൂലൈയിലായിരുന്നു. അതിന് മുന്നേ നടന്ന എന്താണ് ഇറിഗേഷൻ പീരിയഡിലെ എക്സാം ജൂലൈയിലായിരുന്നു അല്ലെ. അതുപോലെ അതിന് മുന്നേ നടന്ന എന്താണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സാം ആ ഒരു ജൂൺ ലാസ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു അല്ലെ. സോ എപ്പോഴും പൊതുവെ ആ ഒരു ടൈം പീരീഡ് പൊതുവെ ആ ഒരു ആ ഒരു ജൂലൈയിലേക്കാണ് പൊതുവെ PSCക്ക് ഒരു ഇങ്ങനെയുള്ള എക്സാംസ് കൊണ്ടിടാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. സോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് അങ്ങനെ പ്രതീക്ഷിക്കാൻ. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ വരെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നത് നമുക്ക് നല്ലതാണ് അല്ലെ. സോ അതുകൊണ്ട് തൽക്കാലം ഇപ്പം ജൂൺ 10 അല്ലെ, ജൂൺ 10, 15 രീതിയിൽ പോവുകയാണെങ്കിൽ അല്ലെ, ഇതിപ്പം ജനുവരി ഞാനിപ്പോ എന്താണ് ജനുവരി എന്താണ് അല്ലെ മിഡിന്റെ അടുത്തേക്കായി അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ഏകദേശം എന്താണ് എക്സാക്ട്ലി നമുക്കൊരു 6 മാസം ഉണ്ട് എന്നുള്ളൊരു അസംഷനിൽ പോവാം. അതായത് എന്താണ് എക്സാക്ട്ലി ഒരു 180 ഡേയ്സ് അല്ലെ, 180 ഡേയ്സ്. അത് ഈ പറഞ്ഞല്ലേ ഓരോ മാസം 31 ഉണ്ട്, ഫെബ്രുവരി 28 ഉള്ളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആഡപ്പ് ആയിട്ട് ഒരു 180 ഡേയ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ടോട്ടൽ ആക്കി വെക്കാം. സോ ഇനി 180 ഡേയ്സ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്താണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അല്ലെ. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഞാനൊരു നമ്പർ ഓഫ് ഡേയ്സ് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അതായത് ചില ആൾക്കാർ ചിലപ്പോൾ ചില സബ്ജക്റ്റ് ഒക്കെ നല്ല ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അതുപോലെ കുറെ സബ്ജക്റ്റ് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ ഞാൻ പറയുന്ന നമ്പർ ഓഫ് ഡേയ്സിൽ നിങ്ങൾ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു സാധനമാണ് ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നതാണ് 125 ഡേയ്സ്. ഞാൻ പറഞ്ഞു എന്താണ് 180 ഡേയ്സ് ആണ് ടോട്ടൽ അല്ലെ. സോ 180 ഡേയ്സ് നമുക്ക് ടോട്ടൽ ഉണ്ട്. അതിലെന്താണ് 125 ഡേയ്സ് ആണ് ഞാൻ ഇനീഷ്യലി എന്താണ് ആ ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ 125 ഡേയ്സ് ആണ് വെക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ആ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പിന്റെ ബേസിലും അതുപോലെ ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഒരു വോളിയത്തിന്റെ ബേസിലാണ് ഞാൻ ആ നമ്പർ സ്പ്ലിറ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പൊ എക്സാമ്പിൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 10 ഡേയ്സ് എന്ന് കാണിക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ സാർ, അതിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, അത് എനിക്ക് കൂടുതൽ സമയം വേണമെന്നൊക്കെയുള്ള കമന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് ലിമിറ്റഡ് ആണ്. നമുക്ക് കുറെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടല്ല എക്സാം ഉള്ളത് അല്ലെ, ഒരു 5-6 മാസം എക്സാക്ട്ലി നമ്മൾ ഈ പറയുന്ന ആ ഒരു എന്താണ് ജൂലൈ പകുതി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുള്ളത് അല്ലെ. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ഞാൻ ലിമിറ്റ് ചെയ്തത്. സോ എന്താണ് ആ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഞാൻ പറയുന്നു 10 ദിവസം കൊണ്ട് പഠിക്കുക. സ്ട്രക്ചർ അനാലിസിസ് കുറച്ചും കൂടി കുറച്ച് കാഠിന്യമുള്ള സാധനങ്ങൾ നമുക്ക് PSCയിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ബേസ് ലെവലിലുള്ള കുറെ സാധനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. സോ അതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി നമ്പർ ഓഫ് ഡേയ്സ് കുറവ് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ 5 ഡേയ്സ് കൊടുത്തത്. FM അതുപോലെ കുറച്ച് വോളിയംനെസ് ആയിട്ടൊരു സബ്ജക്ട് ആണല്ലേ, അതേ സമയത്ത് അതൊരു 5 മാർക്കിനാണ് നമുക്ക് യൂഷ്വലി ആ ഒരു PSC എക്സാമിന് ഉണ്ടാവാറ്. സോ അതുകൊണ്ട് നിങ്ങൾ അതിനൊരു 10 ഡേയ്സ് നീക്കിയിരിക്കുക. ഇനി ഈ സബ്ജക്റ്റിനൊക്കെ സ്പ്ലിറ്റേജ് നിങ്ങൾ തീരുമാനിക്കുക. അതായത് ഇന്നാലെ ഒരു 10 ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഉണ്ടെങ്കിൽ അതിനൊരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് ഒരു 2 ദിവസം അതിന് കണക്കായിട്ട് ബാക്കിയുള്ളത് ബാലൻസ് ചെയ്തിട്ട് ആ 10 ദിവസം കൂടെ തീർക്കാൻ നോക്കുക. ഇനി അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളജി ഈ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് 3 ദിവസം. അതുപോലെ ഇറിഗേഷനും അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണല്ലേ, അതുകൊണ്ട് അതിന് 4 ദിവസം കൊടുക്കുന്നു. സർവേയിങ് ആൻഡ് ലെവലിംഗ് ഈ പറഞ്ഞല്ലോ കുറച്ചധികം വോളിയം ഉണ്ട്, അതുകൊണ്ട് അതിന്റെ സിലബസിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്ന് അതിന് കണക്കായിട്ട് ആ ഒരു സബ്ജക്റ്റിലൂടെ നമ്പർ ഓഫ് ഡേയ്സിൽ മാറ്റം വരുത്തുക അല്ലെ. സോ വോളിയം കുറച്ച് അധികം ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനത് 7 ഡേയ്സ് കൊടുത്തു. QSV അതുപോലെ ക്വാണ്ടിറ്റി സർവിങ് ആൻഡ് വാല്യുവേഷൻ ഞാൻ 5 ആണ് കൊടുത്തത്. അതുപോലെ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഒക്കെ പണ്ട് ഈ എക്സാംസിന് കുറച്ച് റിലേറ്റീവ്ലി കുറവ് ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയ ആണ്. ഓവർസീർ എക്സാമിനാണ് ഈ പറഞ്ഞ BM-ഉം CT ഒക്കെ കുറച്ച് കൂടുതൽ ചോദിച്ചിട്ടില്ലേ. പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ ആ ഒരു എക്സാമിനൊക്കെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റൻസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് എഗെയിൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ സിലബസ് നോക്കിയിട്ട് അതിനകത്ത് നമ്പർ ഓഫ് ഡേയ്സിൽ മാറ്റങ്ങൾ വരുത്താം അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ആ ഒരു എക്സാമിന്റെ ബേസിൽ ആ ഒരു നമ്പർ ഓഫ് മാർക്കിന്റെ ബേസിലാണ് അതിനൊക്കെ 10 ദിവസം കൊടുത്തത്. അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്
അല്ലെ, അത്ര വലിയൊരു സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് അതിന് 4 ദിവസമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഇനി എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ്, ജിയോടെക്, ട്രാൻസ്പോർട്ടേഷൻ, RCC അല്ലെ, നമുക്ക് എല്ലാം തന്നെ എന്താണ് അല്ലെ, അത്രയും ഈ എൻവയറമെന്റൽ, ജിയോടെക്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഉറപ്പായിട്ട് എന്താണ് 10 മാർക്കിന്റെ സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിനെല്ലാം ഞാൻ 14 ട്രാൻസ്പോർട്ടേഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സിമ്പിൾ അല്ലെ, കുറച്ചും കൂടി എന്താണ് ആ ഒരു വോളിയം കുറവ് എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് എന്താണ് ആ കൺസെപ്റ്റുകൾ കുറച്ചും കൂടി നമുക്ക് വായിച്ചാൽ നമുക്ക് എന്താണ് കാണുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ചൊന്നും കുറച്ചത് ആ 125 നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ. സോ 11 days ആണ്. ജിയോടെക്കും എൻവയറമെന്റലും നല്ലോണം പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്ക് പോകാത്ത രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് അതൊക്കെ അല്ലെ, ഈ ട്രാൻസ്പോർട്ടേഷൻ, ജിയോടെക്, എൻവയറമെന്റലൊക്കെ അല്ലെ. സോ അതുകൊണ്ട് അതിനൊക്കെ 14, 11 കൊടുത്തു. അതുപോലെ RCC എല്ലാ കുറേ ക്ലോസസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ. അതിന്റെ റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്നിന്റെ അകത്ത് 8% പഠിച്ച് അടുത്തതിൽ പോയി നോക്കുമ്പോൾ അടുത്ത എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ അവിടെ ചിലപ്പോൾ 16 ആയിരിക്കും, ചിലപ്പോൾ 24 ആയിരിക്കും അല്ലെ. അങ്ങനെ പല പല വാല്യൂസ് പല രീതിയിൽ നമുക്ക് മാറി അല്ലെ. സോ അതുകൊണ്ട് അവിടെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് എന്താണ് അത് ഞാൻ 14 days കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് DSS ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ബേസിക് ലെവൽ ക്വസ്റ്റൻസ് ആണ്, വലിയ കണക്ഷൻസും കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് കുറച്ച് കുറവാണല്ലേ. സോ അതുകൊണ്ട് അവിടെ ഞാൻ 4 ദിവസമാണ് കൊടുക്കുന്നത്. സോ കമ്പൈൻലി എന്താണ് ഞാൻ പറഞ്ഞല്ലോ 125 days കൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് നമ്മൾ ആ 125 daysന്റെ ഒരു പ്ലാൻ, അതായത് അല്ലെ. സോ ഞാനിപ്പോ എന്താണ് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്താണ് January 10 ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 ദിവസം ശരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കിട്ടുന്നുണ്ടാവും അല്ലെ. സോ എന്താണ് ആ ഒരു January 10 മുതൽ 125 days നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആ 125 days എന്നുള്ളത് 0 ഒരു അല്ലെ, ഫസ്റ്റ് ഡേ ഇന്ന് കൂട്ടണം, നാളെയാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. സോ അങ്ങനെ നോക്കിയിട്ട് ആ 125 days ഏത് ദിവസമാണ് വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക അല്ലെ. അപ്പം ഒരു May 1 ഞാൻ ജസ്റ്റ് അത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഞാൻ വിട്ടുപോയി അല്ലെ. സോ ആ ഒരു May 1 നമ്മുടെ എന്താണ് ആ 125th ഡേ വരുന്നത് May 1 അസ്യൂം ചെയ്യാം അല്ലെ. സോ ആ May 1 ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു മൊത്തം സാധനങ്ങൾ നിങ്ങൾ ഇതുപോലെ എന്താണ് ആ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്തിട്ട് അല്ലെ, ആ ഒരു സ്പ്ലിറ്റ് അപ്പ് ഒക്കെ വരുത്തിയിട്ട് എന്താണ് ആ ഒരു ഓർഡറിൽ ആ ഒരു അത്രയും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ എന്താണ് ആ ഒരു January ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് സബ്ജക്ട് എവിടെയൊക്കെ എത്തിത്തീരുന്നുള്ളത് അല്ലെ. സോ ആ ഒരു January 30 20 ദിവസമാണുള്ളത്. സോ ആ ഏതെങ്കിലും 20 ദിവസം കൊണ്ട് തീരുന്ന 2 സബ്ജക്റ്റുകൾ എടുത്തിട്ട് അല്ലെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തീരുന്ന രീതിയിൽ ആ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ആ ഒരു January 30 തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മുടെ പ്ലാനിന്റെ അക്കോർഡിംഗ്ലി അല്ല പോകുന്നത് മനസ്സിലാക്കാം അല്ലെ. സോ അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം കൊടുക്കുക, അതിന് കണക്കായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിന്റെ അകത്ത് തന്നെ എന്താണ് നമുക്കൊരു റിവിഷൻ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം അതിന് മുന്നേ അല്ലെ Day 0, അതായത് നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്ന ഇന്ന് അല്ലെ, ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ നാളെ മുതൽ, അത് യൂഷ്വലി നമ്മൾ യൂട്യൂബ് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് തന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്നെ നോക്കാറൊക്കെ ഉണ്ട്. എന്നാലും എന്താണല്ലേ മിക്കവാറും ചിലപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ Day 0 ആയിട്ട് കാണും. അതായത് എന്ത് ചെയ്യുക, നിങ്ങൾ ആ പഴയ LSTD അത് ഇവിടെ സെർച്ച് ചെയ്താൽ LSTD ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അല്ലെ. ആ കഴിഞ്ഞ 2021 LSTD ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എവിടെ സെർച്ച് ചെയ്താലും കിട്ടും അല്ലെ. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ജസ്റ്റ് ആൻസർ കീ മാത്രം നോക്കുക, അതിന്റെ സൊല്യൂഷൻ നോക്കരുത്. ആൻസർ കീ മാത്രം നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അല്ലെ ഒരു 35 ആണെങ്കിൽ 35 അല്ലെ. ആ 35 ആണ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 35 നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലും അല്ലെ ചുമരിൽ ഒരു പിക്ചർ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ആ 35 മാർക്സ് അതിലേക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസിന്റെ എന്താണ് ആ ഒരു സൊല്യൂഷൻ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെ. ആ ഒരു ടൈം ലിമിറ്റ് എന്താണ് ആ ഒരു നമ്മുടെ PSCന്റെ ആ ഒരു ടൈം ലിമിറ്റിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആൻസർ കീ നോക്കുക, അതിന്റെ മാർക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി അതിന്റെ സൊല്യൂഷൻ നോക്കരുത്, അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഇനി അതുപോലെ എന്താണ് ആ 0th ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു നമ്പർ ഓഫ് ഡേയ്സിന്റെ ഒക്കെ ബേസിൽ ആ 125 ഡേയ്സിന്റെ പ്ലാൻ, 125 ഡേയ്സിന്റെ അല്ല, അത് നിൽക്കട്ടെ, ഞാൻ ആ പ്ലാൻ അല്ലെ കംപ്ലീറ്റ് പ്ലാൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി അതിന് കണക്കായിട്ട് പ്ലാൻ ഉണ്ടാക്കുക. ആ ഒരു അല്ലെ ജൂൺ പകുതി ജൂലൈ പകുതി വരെയുള്ള ആ ഒരു പ്ലാൻ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുക. അതിൽ മന്ത്ലി പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്, ആ ടോട്ടൽ പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. മന്ത്ലി പ്ലാൻ ഉണ്ടാക്കുന്നത് എന്തിനാണ്, നമ്മുടെ ഒരു എന്താണ് ആ ഒരു അഡ്വാൻസ് അല്ലെ, നമ്മൾ എത്രത്തോളം ആ ഒരു ടൈം സ്പാൻ കണക്കായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു മന്ത്ലി പ്ലാൻ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇനി അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മിക്സ് ആൻഡ് മാച്ച്. അതായത് നമുക്ക് യൂഷ്വലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ആദ്യം തന്നെ എന്താണ് ആ BM BC ഒക്കെ എടുത്തു അല്ലെ, കുറച്ച് തിയറിറ്റിക്കൽ സബ്ജക്ട് ആദ്യം പഠിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് BM BC ഒക്കെ എടുക്കുകയാണ് അല്ലെ, ബിൽഡിംഗ് മെറ്റീരിയൽ ഞാൻ എടുക്കുകയാണ്. സോ അവിടെ നടക്കുന്ന കാര്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വളരെ സ്പീഡ്, ചിലപ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും, വളരെ ആവേശത്തോടെ നമ്മൾ പഠിക്കുകയാണല്ലേ. ഫസ്റ്റ് സീസൺ ഭയങ്കര ആവേശത്തോടെ പഠിച്ചു, സെക്കൻഡ് ഇയർ നല്ല ആവേശത്തോടെ പഠിച്ചു, തേർഡും ഫോർത്ത് ആവേശത്തോടെ പഠിച്ചു അല്ലെ. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് യൂഷ്വലി എന്താണ് ആ സെയിം സാധനം ഇങ്ങനെ തിയറി ഇങ്ങനെ ചവറ് പോലെ വായിച്ചുകൊണ്ട് പോവാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു സ്പീഡ് കുറയുന്നു, പിന്നെ നമ്മൾ മെല്ലെ ഡ്രാഗ് ചെയ്ത് ഇത് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസങ്ങൾ നീണ്ടുപോകും,
അതുപോലെ ലാസ്റ്റിലോട്ടൊക്കെ പഠിക്കുന്നത് നമ്മളൊരു താല്പര്യം ഇല്ലാണ്ട് അല്ലെ ഒരു ഇത് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ എന്നുള്ള ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ്. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം അല്ലെ, ഒരു സബ്ജക്ട് ഉണ്ട്, അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് അടുത്ത സബ്ജക്ട് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള രീതിയിൽ അവരല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റണം അല്ലെ, സബ്ജക്റ്റുകളുടെ ഇടയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു തിയറി സബ്ജക്റ്റും അതുപോലെ ഒരു ന്യൂമറിക്കൽ സബ്ജക്റ്റും എന്താണ് ഒരു മിക്സ് ചെയ്യാം, മിക്സ് ആൻഡ് മാച്ച് അല്ലെ. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എന്താണ് BM അതുപോലെ മോസും എടുത്തു. അത് ഞാൻ ജസ്റ്റ് എല്ലാം ഒരു റെഫറൻസിന് പറയുന്നതാണ്. നിങ്ങളുടെ രീതിയിൽ അത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം അല്ലെ. സോ BM മോസും എടുത്തു. അതിലെന്താണ് ഡേ 1 to 4, അതായത് നിങ്ങളിപ്പോൾ ഡേ 0 കഴിഞ്ഞു നാളെ മുതൽ അല്ലെ, നാളെ മുതൽ എന്താണ് 4 ദിവസം, നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റേന്ന് അതിന്റെ 4 ദിവസം എന്താണ് മോസ് പഠിച്ചു അല്ലെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡേ 5 to 8 എന്താണ് നിങ്ങളുടെ BM പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ആ 4 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ മോസ് എടുക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഫസ്റ്റ് ഡേ അല്ലെ, എന്താണ് 9ാമത്തെ ദിവസം ആദ്യം എന്താണ് നിങ്ങൾ ആ ഫസ്റ്റ് 4 ദിവസം പഠിച്ച മോസിന്റെ റിവിഷൻ, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സാധനവും ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക. അതുപോലെ എന്താണ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ചെറിയൊരു അല്ലെ, നമ്മൾ പൊതുവെ കണക്കൊക്കെ എഴുതി വെക്കുന്നത് അല്ലെ, വരവ് ചെലവ് കണക്കൊക്കെ എഴുതി വെക്കുന്ന ചെറിയൊരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ആ ഇക്വേഷൻസ് മാറ്റി വെക്കുക, ഷോർട്ട് നോട്ട്സ് മാറ്റി വെക്കുക അല്ലെ. അതൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പറഞ്ഞ 8 ദിവസം കഴിഞ്ഞ് 9ാം ദിവസം എന്താണ് മോസിന്റെ ഈ ഷോർട്ട് നോട്ട്സ് വായിച്ചു നോക്കുക, ഇക്വേഷൻ ബുക്ക് നോക്കുക. അത് ആ ഒരു ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക അല്ലെ, ആ ഒരു റിവിഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് വീണ്ടും ഈ 9 to 12 മോസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് 13th ഡേ BM നമ്മൾ ആ ഒരു എന്താണ് ഡേ 5 മുതൽ 8 വരെ പഠിച്ച ആ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടല്ലേ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ എപ്പോഴും നിങ്ങൾ ആൻസർ കീ ഒരു സംശയം വരികയാണെങ്കിൽ ആ സംശയമുള്ള ആൻസർ കീ അതുപോലെ പഠിച്ചത് ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ നല്ല റെലവെന്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വാങ്ങിക്കുക അല്ലെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോകുക. അല്ലാണ്ട് ജസ്റ്റ് തെറ്റ് പഠിച്ചു വെക്കുന്നത് നമുക്ക് ശരിക്കും വേണ്ടത്, നമുക്ക് അറിയുന്ന അല്ലെ, നമ്മൾ പഠിച്ച് പോയിട്ട് അവസാനം നമ്മുടെ എന്താണ് എഫക്റ്റീവ്ലി ഒരു 1.33 മാർക്ക് നഷ്ടപ്പെടുന്ന പോലെയാണ് അല്ലെ. അറിയുന്ന ഒരു 1 മാർക്കും പോവും. അതുപോലെ എന്താണ് നമ്മൾ ആ തെറ്റിച്ച് കാരണമുള്ളൊരു -0.33 കൂടെ അവിടെ. അപ്പൊ എഫക്റ്റീവ്ലി നമ്മൾ എന്താണ് അറിയുന്ന സാധനം തെറ്റിക്കുമ്പോൾ ഒരു 1.33 മാർക്കിന് നഷ്ടമാണ് നമുക്ക്. അതിൽ നമുക്ക് എന്താണ് നമുക്ക് കൊടുക്കേണ്ട വില അല്ലെ, നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും അല്ലെ. സോ ആ 1.33 ചിലപ്പോൾ 100 റാങ്കിന്റെ ഒക്കെ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം. ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു കട്ട് ഓഫിന്റെ തൊട്ട് മുകളിലൊക്കെ യൂഷ്വലി ഉണ്ടാകുന്നത്. അത് കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറ് അല്ലെ. സോ അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ടല്ലേ അതുപോലെ നിങ്ങൾ ആ ഓർഡറിൽ അല്ലെ, ഇവിടെ ഇപ്പം ഞാനിപ്പം എന്താണ് മോസിനും BM 10 ദിവസമാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ആ ഒരു ഓർഡറിൽ എന്താണ് ഡേ 20 ആയപ്പോഴത്തേക്ക് എന്താണ് BM മോസും എന്റെ കംപ്ലീറ്റ് ആയി അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോ എന്താണ് ജൂലൈ അല്ല എന്താണ് ജനുവരി 11 തുടങ്ങുകയാണെങ്കിൽ ജനുവരി 30 ആകുമ്പോഴത്തേക്ക് എന്റെ മോസും BM കംപ്ലീറ്റ് ആയി അല്ലെ. സോ ഇനി അപ്പൊ എന്താണ് ജനുവരി 30 ഈ പറഞ്ഞ പോലെ BM മോസും കംപ്ലീറ്റ് അല്ലെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാവും, ഞാൻ അത് എന്റെ പ്ലാനിന്റെ അക്കോർഡിംഗ്ലി അല്ല പോകുന്നത്, കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അല്ലെ, എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഒക്കെ ഇട്ട് ഞാൻ ആ സ്പീഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, സ്പീഡ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവും അല്ലെ. സോ അതാണ് നിങ്ങൾ എന്താണ് ആ ഒരു മന്ത്ലി പ്ലാനിന്റെ ആവശ്യം. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചിലപ്പോൾ കുറച്ച് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഒക്കെ ഉണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് ആ ഇഷ്ടമുള്ള സബ്ജക്റ്റും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും തമ്മിൽ മാച്ച് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി എന്താണ് ഇൻട്രസ്റ്റിംഗ് ആവും അല്ലെ. സോ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ മാച്ച് ചെയ്യുക. ഇനി എന്താണ് എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള സാധനമാണ് റിവിഷൻ അല്ലെ. നമ്മളെല്ലാം പഠിക്കുന്നു, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചപ്പ് ചവറ് പോലെ വായിച്ചു പോകുന്നു, അവസാനം എന്താണ് എക്സാമിന് തൊട്ട് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കി ചിലപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവും അല്ലെ. സോ അതിന് എന്താണ് പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഓരോ 10 ദിവസം, ഞാൻ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞ് ഒരു അടുത്ത സബ്ജക്റ്റിലേക്ക് കയറുമ്പോൾ മുന്നേ പഠിച്ച ആ സാധനം അല്ലെ. സോ അതുകൊണ്ട് അതൊന്ന് റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസം എന്തായാലും എന്താണ് ഒരു റിവിഷൻ ഡേ ആക്കി മാറ്റുക. അതായത് നമ്മൾ അതിന് മുന്നേ 10 ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സ്, അതുപോലെ ഇക്വേഷൻ ബുക്ക് അല്ലെ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് തപ്പിപ്പിടിച്ച് ചെയ്യുന്നതൊക്കെ എന്താണ് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ അതല്ലേ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അപ്പൊ എന്താണ് ആ 11th ഡേ അല്ലെ. അതുപോലെ എന്താണ് നെക്സ്റ്റ് അടുത്ത 10 ദിവസം കഴിയുന്നു അല്ലെ. അപ്പൊ എന്താണ് 11 + 10 21 ആയി അല്ലെ. അപ്പൊ 22ാമത്തെ ദിവസം വീണ്ടും നിങ്ങൾ എന്താണ് ആ ഒരു റിവിഷൻ ഡേ. സോ അങ്ങനെ ഓരോ 10 ദിവസം നിങ്ങൾ പഠിക്കുമ്പോഴെന്താണ് ആ ഒരു റിവിഷൻ ഡേ നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തായി, 125 ദിവസത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു 12 ദിവസം കൂടി അവിടെ വന്നു അല്ലെ. സോ എഫക്റ്റീവ്ലി എന്താണ് അവിടെ ഒരു 137 ഡേയ്സ് അല്ലെ, 137 ഡേയ്സ് വന്നു. 125 ഡേയ്സ് ഇനീഷ്യലും അതുപോലെ എന്താണ് ആ ഒരു അല്ലെ 10 ഡേയ്സ്, അതായത് ഓരോ 10 ദിവസം കൂടെ ഏകദേശം അല്ലെ 10 ഡേയ്സ് എന്താണ് ഗ്യാപ്പില് റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായി ഒരു 12 ഡേയ്സ് അല്ലെ, 12 ഡേയ്സ് അവിടെ എന്താണ് റിവിഷന്റെ ഡേയ്സും വന്നു. സോ എഫക്റ്റീവ്ലി എന്താണ് 137 ഡേയ്സ് അവിടെ കഴിഞ്ഞു അല്ലെ. നമ്മുടെ കയ്യിലുള്ള 137 ദിവസം അവിടെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ ഇനി എന്താണ് ആഫ്റ്റർ 140 ഡേയ്സ് എന്ന് പറയാണ് അല്ലെ. സോ ഞാൻ പറയാണ് എന്താണ്
ഈ പറഞ്ഞ പോലെ അല്ലേ ആ ഒരു 140 days എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു 137 കഴിഞ്ഞ് മേ ബി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് അല്ലെ ചെറിയൊരു പനിയൊക്കെ പിടിച്ച് ചിലപ്പോൾ നമുക്ക് 1-2 ദിവസമൊക്കെ ചിലപ്പോൾ അത്ര എഫക്റ്റീവ്ലി പഠിക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലെ. സോ മേ ബി അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ അല്ലെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 3 days ബഫർ അവിടെ കൊടുത്തത് അല്ലെ. ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഓൾറെഡി ആ ഒരു 3 ദിവസം ആദ്യം ബഫർ എടുത്തൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അല്ലെ 4-ാമത്തെ ദിവസം മുതൽ പഠിക്കാൻ തുടങ്ങാനൊക്കെ വിചാരിക്കും. അത് അങ്ങനെ പോകരുത്. നമ്മൾ നാളെ തന്നെ തുടങ്ങാം അല്ലെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ദിവസം നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. അത് അത്രയും നല്ലതാണല്ലേ, ശുഭസ്യ ശീഘ്രം എന്ന് പറയും അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തുടങ്ങുക നിങ്ങളുടെ ആ ഒരു പ്ലാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 140 days കഴിഞ്ഞിട്ട് എന്താണ് ഓരോ സബ്ജക്റ്റിനും ഒരു ദിവസം നമ്മൾ ഓൾറെഡി നല്ല വൃത്തിയായിട്ട് പഠിച്ചതാണ്, റിവൈസ് ചെയ്തതാണ് അല്ലെ. ഇനി അങ്ങോട്ടേക്ക് 140 days 141 മുതൽ അങ്ങോട്ടേക്ക് 15 ദിവസം ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു ടേബിൾ അല്ലെ, ആ ടേബിളിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏകദേശം 15 സബ്ജക്റ്റിലാണ് അവിടെ ഉള്ളത്. ആ ചെറുതും വലുതായിട്ടുള്ള 15 സബ്ജക്റ്റുകൾ അവിടെ ഉണ്ട് അല്ലെ. സോ എല്ലാത്തിനും എന്താണ് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ ആ ഓരോ ദിവസം ആ വലിയ സബ്ജക്റ്റിനാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കാം. അതുപോലെ ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു അര ദിവസമൊക്കെ മതി അല്ലെ. സോ അങ്ങനെ ഒരു ഓൺ ആൻ ആവറേജ് എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു 15 ദിവസം കൊണ്ട് ആ എൻറ്റയർ റിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 155 അല്ലെ. സോ 155-ാം ദിവസത്തി അപ്പൊ ഇപ്പൊ എന്തായി, നമ്മൾ നല്ല വൃത്തിയായി പഠിച്ച് അല്ലെ നല്ല സജ്ജമായിട്ട് നിൽക്കുകയാണ് അല്ലെ. നമ്മൾ ഫുൾ ഇനീഷ്യലി എല്ലാം നല്ല വൃത്തിയായി നോക്കി, അതിന്റെ റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് 10 ദിവസം കൂടുമ്പോൾ നോക്കി, അത് കഴിഞ്ഞിട്ട് എന്താണ് ആ 140 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 15 ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ റിവൈസും ചെയ്ത് നോക്കി അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് അല്ലെ, ഫ്രം ഡേ 156 അത് ഇനി നമുക്ക് എന്താണ് 25 ദിവസമേ ബാക്കിയുള്ളൂ. അതായത് എന്താണ് നമ്മൾ പറയുന്ന ജൂലൈ 15 അല്ലെ, ജൂലൈ 15ലേക്ക് എന്താണ് നമുക്കിനി വെറും 25 ദിവസമേ ബാക്കിയുള്ളൂ. ആ 25 ദിവസം എന്താണ് നിങ്ങൾ കച്ച കെട്ടി ഇരിക്കുക, അതായത് വേറെ ഒരു പരിപാടിക്കും പോകരുത്, ഫുഡ് കഴിക്കുക അല്ലെ, കുറച്ച് ഉറങ്ങുക. ബാക്കി എന്താണ് ഈ പറഞ്ഞ എന്താണ് റിവിഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ എടുത്ത് മറിച്ച് നോക്കുക അല്ലെ, ഒരു ചാപ്റ്ററിന്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഇടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക അല്ലെ. അതുപോലെ എന്താണ് MCQs വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗേറ്റിന്റെയും IASന്റെയും 1 mark ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ കറന്റ്ലി നമ്മുടെ PSCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരുപാട് ഗേറ്റിന്റെയും PSCന്റെ ഒക്കെ IAS അല്ലെ, ഗേറ്റിന്റെയും IASന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് അവിടുന്ന് അതേപോലെ ചോദിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആ ഒരു കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചെറുതായിട്ടൊന്ന് ലെവലൊന്ന് കൂട്ടുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു 145 days കൊണ്ട് നിങ്ങൾ അത്രക്കും സെറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെ വേണമെങ്കിൽ എന്താണ് ഈ പറയുന്ന IAS ഗേറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് അക്കോർഡിംഗ് ടു അല്ലെ നിങ്ങളുടെ ആ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാം. ഇനി അതുപോലെ അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ 180 ആണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് പറഞ്ഞത് അല്ലെ. സോ ആ 180th ഡേയിൽ എന്താണ് നിങ്ങൾ ഈ AE LSTD QP അല്ലെ, നമ്മൾ ആദ്യം 35 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ ആ ഒരു അല്ലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു പ്ലാനിന്റെ ഒക്കെ ബേസിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അല്ലെ, എക്സാക്ട്ലി ഈ പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറെ മോട്ടിവേഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ട്രിപ്പ് അടിക്കണം അല്ലെ, ലേ ലഡാക്ക് പോകണം, അതുപോലെ വീട് വെക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. സോ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ആ സ്റ്റഡി ടേബിളിന്റെ മുന്നിലൊക്കെ അവിടെ മാർക്ക് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തൊട്ടിച്ച് വെക്കുക അല്ലെ. സോ അതൊക്കെ നമുക്ക് ആ ഒരു ഊർജ്ജം തരും. നമ്മളൊന്ന് വീക്ക് ആവുന്ന സമയത്ത് ഇത് ഞാൻ ജസ്റ്റ് ഒരു PWDന്റെ ഒരു ഓഫീസ് കാണിച്ചാണ് അല്ലെ. അതായത് നമുക്ക് നമ്മളിനി അങ്ങോട്ടേക്ക് കയറി ഇരിക്കേണ്ട PWD അല്ലെ, ജസ്റ്റ് ഒരു LSTDന്റെ ഒക്കെ ഒരു ഓഫീസിന്റെ ഫോട്ടോ ഒക്കെ വെക്കുക. അത് നമുക്കിനി അങ്ങോട്ടേക്ക് കയറി ഇരിക്കണമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. നോട്ടിഫിക്കേഷൻ പറഞ്ഞ മോട്ടിഫിക്കേഷൻ ആയിപ്പോ അല്ലെ. സോ അതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ്. നമുക്ക് കുറച്ചൊരു പൊതുവെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം, കുറച്ച് ആ ഒരു ചെറിയൊരു ഇടർച്ച ഉണ്ടാവും അല്ലെ. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതുവരെ ഒരു സ്ലൈഡ് വെറുതെ ഇട്ട ചാമ്പ്യൻ ആണല്ലേ. സോ നിങ്ങൾ അങ്ങനെ ആ ഒരു സെൽഫ് മോട്ടിവേഷനും കൂടി ആ ഒരു സെൽഫ് മോട്ടിവേഷനും കൂടി നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക അല്ലെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ 2025 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഒരു വർഷമായി മാറട്ടെ. അതായത് നമുക്ക് ഈ പറഞ്ഞ ഈ LSTD എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിയല്ലേ, നമ്മൾ നല്ല റാങ്ക് വാങ്ങി പെട്ടെന്ന് തന്നെ ജോലി കയറി ഈ പറഞ്ഞ ട്രിപ്പുകളോ അല്ലെങ്കിൽ വീട് ഉണ്ടാക്കലോ അല്ലെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇത്ര എത്താൻ വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള
അല്ലെ ഒരു മേജർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ട് ഒരു വർഷമായി മാറിയിട്ട് 2025. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സ്വന്തം അല്ലേ നമ്മുടെ സൈലം ടെക്നിക്കൽ ഇതിനു വേണ്ടി ആ കുറേ നോട്ടിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബാച്ചസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബാച്ച് ഓൺലൈൻ ഓഫ്ലൈനിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓവർസിയർ ബാച്ചസും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു ഡിസ്കഷൻ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നല്ല ഉഷാറായി പഠിക്കുക. LSTD നമുക്ക് അല്ലേ ടോപ്പ് ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങണം എന്നുള്ളൊരു എയിം വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.